സമീപഭാവിയിൽ കേരളത്തിൽ CPM എന്ന പാർട്ടിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? CPMൽ നിന്ന് ഒരു വൻ കൊഴിഞ്ഞുപോക്ക് അത് BJPയിലേക്കോ? കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണം, നീണ്ട 25 വർഷത്തിലധികമായി പാർട്ടിയുടെ ഭരണം, ആ പാർട്ടി സംഘടന എന്ന തരത്തിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ താഴേക്ക് പോയത് പിണറായിയുടെ സംഘാംഗങ്ങളും കയ്യാളിയതിൻ്റെ ബാക്കി പത്രമായി കേരളത്തിൽ ഈ പാർട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നത്, അതായത് CPM എന്ന് പറയുന്ന പാർട്ടി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പലപ്പോഴായി പറയുന്നുണ്ട്. അതുതന്നെയാണ് ശരിക്കുള്ള കാരണവും. കൂടാതെ സഹകരണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ പറയപ്പെടുന്ന രീതിയിൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ശക്തിയായിരുന്നു സഹകരണ മേഖല. അതിലൊരു കൂട്ടായ്മയും അതിലൂടെ ഉണ്ടായിട്ടുള്ള കുറേയധികം സാമ്പത്തിക നേട്ടവും, അതിലൊക്കെ ഉണ്ടായിട്ടുള്ള വൻ തട്ടിപ്പ് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ബഹുജനങ്ങൾക്കിടയിൽ കിട്ടിയിരുന്ന, അതായത് കോൺഗ്രസിനേക്കാളും അഴിമതിരഹിത ഭരണം, അഴിമതിയില്ലാത്ത നേതാക്കളുടെ പാർട്ടി എന്നൊക്കെ ഉണ്ടായിരുന്ന പ്രത്യേകത, ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രത്യേക പരാമർശം, അതായത് അഴിമതിയില്ലാത്ത നേതാക്കൾ ഉള്ള പാർട്ടി എന്ന പരാമർശം ആ പാർട്ടിക്ക് എന്നേ നഷ്ടമായി. കാരണം അത്തരം നയങ്ങളിൽ നിന്ന് CPM വ്യതിചലിച്ചു തുടങ്ങിയിട്ട് കാലങ്ങളായി. അപ്പോൾ ഇനി കേരളത്തിൽ ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് ഈ പറയുന്ന ഒരു തരത്തിലും ആ പാർട്ടിക്ക് ഒരു തരത്തിലും സമൂഹത്തിൽ നിന്ന് ഒരു പ്രിവിലേജ് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ CPM വിശ്വാസികൾ, ആദ്യം പാർട്ടി അണികളും വിശ്വാസികളും, എന്തിന് വലിയ വലിയ നേതാക്കൾ വരെ പാർട്ടി വിടുന്ന ഒരു അവസ്ഥയുണ്ടാകും. കാരണം എല്ലാവർക്കും നിലനിൽപ്പ് തന്നെയാണ് വിഷയം. പിണറായി ഭരണം നീണ്ട 10 വർഷം ഉണ്ടാക്കിയിരുന്ന, അതായത് നീണ്ട 10 വർഷം പിണറായി ഭരണം ഉണ്ടായിരുന്ന അവസരത്തിൽ കേന്ദ്ര ഏജൻസികൾ പിണറായിക്കും മകൾക്കുമെതിരെ കൊണ്ടുവന്ന പല കേസുകളും, അല്ലെങ്കിൽ പിണറായിയും മകളും പ്രതിയായിട്ടുള്ള പല കേസുകളും ഒരു പരിധിവരെ ഭരണത്തിൽ ഇരുന്നപ്പോൾ തടയാൻ ഭരണം ഉണ്ടായിരുന്നപ്പോൾ പിണറായിക്കും സംഘാംഗങ്ങൾക്കും കഴിയുമായിരുന്നു. ഇന്നിപ്പോൾ അധികാരത്തിലില്ലാത്ത പിണറായിയുടെ പാർട്ടിയും പാർട്ടി നേതാക്കളും ശരിക്കും വലയുകയാണ്. ആര് തങ്ങളെ രക്ഷിക്കും എന്ന് ഓർത്ത് ഈ പറയുന്ന രീതിയിൽ പുറമേക്ക് അല്ലെങ്കിലും പിണറായിയുടെ സംഘവും കണ്ണൂർ CPM ഘടകം തന്നെ പതിയെ കളം മാറ്റി ചവിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരിക്കലും പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകും എന്ന് പറയാനാകില്ല. എന്നാൽ അങ്ങനെ പറയുമ്പോഴും നിശബ്ദമായി വോട്ടും അണികളും മാറിമറിയാനുള്ള, അതായത് വോട്ട് മറിയാനുള്ള സാധ്യതയും അണികൾ മാറി ചിന്തിക്കാനുള്ള സാധ്യതയും വരും കാലത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ കൂടുതലായിരിക്കും. പിണറായിയും കുടുംബത്തിനും നിലനിൽപ്പ് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ എന്ത് തരം അടവ് നയമായിരിക്കും ഇനി അവർ നടപ്പാക്കാൻ പോകുന്നത് എന്ന് ഊഹിക്കാവുന്നതാണ്. അതായത് കേരളത്തിൽ BJPക്ക് ലഭ്യമായ ഇതുവരെ കിട്ടിയ 3 സീറ്റും CPIയുടെ നിന്നും CPMൽ നിന്നും നഷ്ടമായതാണ്. കഴക്കൂട്ടത്തും നേമത്തും CPMൽ നിന്നും, ചാത്തന്നൂർ CPIയിൽ നിന്നും നഷ്ടമായതാണ്. അപ്പോൾ കാലങ്ങളായി CPM ഹിന്ദു സമുദായത്തെ, പ്രത്യേകിച്ച് നായർ ഈഴവ സമുദായത്തെ പറ്റിച്ചുകൊണ്ടിരുന്ന രണ്ട് മണ്ഡലങ്ങളായിരുന്നു നേമവും കഴക്കൂട്ടവും. ഇനി അങ്ങോട്ട് അതിന് മാറ്റമുണ്ടാകും. അതായത് ശബരിമല സ്ത്രീ പ്രവേശനം ഒരു വലിയ വിഷയമായി കണ്ട്, അതായത് നവോത്ഥാനമായി കണ്ടുകൊണ്ട് പിണറായിയും സംഘവും എന്ന് മുതൽ പ്രവർത്തിച്ചോ അന്ന് മുതൽ സാധാരണ CPM അണികൾ, അല്ലെങ്കിൽ CPM എന്ന പാർട്ടിയോട് അനുഭാവമുള്ളവർ, അവരുടെ അനുഭാവികൾ, പാർട്ടിയിലെ അംഗങ്ങളും പാർട്ടിയെ കൈവിട്ട് കഴിഞ്ഞിരുന്നു. അവിടെ മുതൽ ഒരു വലിയ അളവിൽ ഈഴവ സമുദായം, നായർ സമുദായം CPMൽ നിന്ന് കൊഴിഞ്ഞുപോയി തുടങ്ങി. മാത്രമല്ല നീണ്ട നാൾ ഭരണത്തിലിരുന്ന പാർട്ടി എന്ന രീതിയിൽ ഭരണത്തിൽ കാട്ടിക്കൂട്ടിയ സകല കള്ളത്തരങ്ങളും ഇനി ഓരോന്നായി പുറത്തു വരാൻ വളരെയധികം സമയം ഒന്നും വേണ്ട. അതിനുള്ള സാധ്യത ഉള്ളതിനാലും സാധാരണക്കാർ ഈ പാർട്ടിയിൽ നിന്ന് അകലും. കൂടാതെ തകർന്ന് തരിപ്പണമായ ഈ സംഘടന ഇനി ഉയർത്തിക്കൊണ്ടുവരാൻ തക്ക കെൽപ്പുള്ള രണ്ടാം നിര നേതാക്കൾ CPMൽ ഇപ്പോൾ ഇല്ല. മാത്രമല്ല അങ്ങനെ ഒരു നേതൃത്വം പെട്ടെന്ന് ഉയർന്നു വരാൻ സാധ്യതയുമില്ല. കൂടാതെ യുവജനങ്ങൾക്കിടയിൽ പഴയതുപോലെ ഇടതിനോട് വലിയൊരു ആഭിമുഖ്യം ഉണ്ടാകുന്നുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചാണ് എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിട്ടുള്ള നേതൃബാഹുല്യമില്ലായ്മ, നേതാക്കൾ ഇല്ല എന്നുള്ളത് തന്നെ
കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ നേതാക്കളില്ല എന്നുള്ളത് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലും വല്ലാതെ കണ്ടത് ബാധിക്കും. അതുമാത്രമല്ല, CPM-നേക്കാളും രണ്ടാം നിര നേതൃബാഹുല്യം ഇല്ലായ്മയും പാർട്ടിക്കകത്തെ ഉൾപാർട്ടി രാഷ്ട്രീയവും ഇനി അങ്ങോട്ട് കോൺഗ്രസിനെ കേരളത്തിൽ വല്ലാതെ തളർത്താനാണ് സാധ്യത. അപ്പോൾ ഒരിക്കലും CPM വിട്ട് ഒരു തരത്തിൽ വോട്ട് ബാങ്കും കോൺഗ്രസിലേക്ക് പോകില്ല. പിന്നെ FCRA ബില്ലും ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിൽ BJPയുടെ അകൽച്ചയും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലേക്കുള്ള അവരുടെ കടന്നുകയറ്റവും, അതായത് അവരുടെ ആവശ്യങ്ങളെ അവർ തന്നെ നേരിട്ട് കാണുന്ന രീതിയിൽ BJP തന്നെ സംഘടനാ തലത്തിൽ പതിയെ കേരളത്തിൽ നീക്കം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് BJP ന്യൂനപക്ഷങ്ങളെ, അതായത് ന്യൂനപക്ഷ ബാന്ധവത്തെക്കുറിച്ച് ആണ്, അതായത് അവരുമായുള്ള ബാന്ധവത്തെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയാനാകുന്നത് ഇനി അങ്ങോട്ട് വരും വർഷങ്ങളിൽ കേരളത്തിൽ BJP എന്ന പാർട്ടി സംഘടനാ തലത്തിൽ ഒരു വളർച്ചയിലേക്ക് എത്തുന്നത് CPM എന്ന പാർട്ടിയുടെ വൻ തകർച്ചയിൽ നിന്നായിരിക്കും. അതിനുള്ള തുടക്കം പിണറായി വിജയൻ എന്ന അവരുടെ നേതാവിൻ്റെ രണ്ടാം സർക്കാരിൻ്റെ ഭരണകാലത്ത് തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ പിണറായിയോ ഈ പറയുന്ന പാർട്ടി നേതാക്കൾക്കോ ഈ പാർട്ടി അവർക്ക് പോലും തന്നെ വേണ്ട. അപ്പോൾ പിന്നെ പിണറായിക്കോ ഈ പറയുന്ന പാർട്ടി നേതാക്കൾക്കോ ഇനി ആദർശം പറയാൻ പോലും ഈ പാർട്ടി അവർക്ക് പോലും വേണ്ടതാനും. അവരായി തന്നെ നശിപ്പിച്ച് കുഴിച്ചു മൂടും മുമ്പ് അണികളും വിശ്വാസികളും എന്തിനും നേതാക്കളും മാറുന്ന കാഴ്ച അത്രയൊന്നും വിദൂരത്തേക്ക് പോകാതെ തന്നെ നമുക്ക് കാണാൻ കഴിയും. നാം എല്ലാവരും കരുതുന്ന പോലെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ആയിരിക്കില്ല CPM എന്ന രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടുന്ന LDF മുന്നണിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. മറിച്ച് CPM എന്ന പാർട്ടിയിൽ നിന്ന് ഒരു വൻ കൊഴിഞ്ഞുപോക്ക് അടുത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് നാം എടുത്തു പറഞ്ഞാൽ നീണ്ട എത്രയെങ്കിലും വർഷം തിരുവനന്തപുരം നഗരസഭ CPM എന്ന പാർട്ടിക്ക് ഭരണത്തിൽ ഉണ്ടായിരുന്നതാണ്. CPM എന്ന പാർട്ടിയാണ് തിരുവനന്തപുരം നഗരസഭ എത്രയെങ്കിലും കാലങ്ങളായി ഭരിച്ചിരുന്നത്. ആ ഭരണം എങ്ങനെ നഷ്ടമായി എന്ന് ചോദിച്ചാൽ ആ പാർട്ടി ഭരണത്തിലിരുന്നപ്പോൾ കാട്ടിയ ഭരണത്തിലെ കെടുകാര്യസ്ഥത അതൊരു വിഷയം. രണ്ടാമത് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അകത്തുള്ള ഗുണ്ടായിസം. മൂന്നാമത് ഭരണത്തിലിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ കാട്ടിയ ഭരണത്തിലെ ഉദ്യോഗസ്ഥ മേധാവിത്വം. കൂടാതെ CPM എന്ന പാർട്ടിക്ക് അകത്തെ ഉൾപാർട്ടി രാഷ്ട്രീയം. ഇതൊക്കെയായിരുന്നു തിരുവനന്തപുരം നഗരസഭയിലെ ഭരണം CPM-ന് നഷ്ടമാകാൻ കാരണം. എന്നാൽ ഇനി അങ്ങോട്ട് തിരുവനന്തപുരം നഗരസഭ എന്നേക്കുമായി CPM-ന് അതുപോലെ കോൺഗ്രസിനും നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതായത് അവിടെ കൃത്യമായ രീതിയിൽ ഒരു നല്ല ഭരണം BJPയുടെ നഗരസഭ ആ ഒരു പുതിയ ടീം, പുതിയ മേയർ നന്നായി കൊണ്ടുപോകുന്നു എന്ന് വെച്ചാൽ, അതായത് നമുക്കിവിടെ എടുത്തു പറയാൻ കഴിയുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് BJP ഇതുപോലെ ഓരോ സംസ്ഥാനത്തിന് കീഴിലും നഗരഭരണത്തിലേക്ക് വന്നുകൊണ്ടാണ് അവർ പിന്നീട് ആ നഗരത്തിൻ്റെ മുകളിലേക്ക് സംസ്ഥാനത്തിൻ്റെ ഭരണം, നഗരഭരണത്തിൽ നിന്ന് അവർ സംസ്ഥാനം ഭരിക്കുന്ന നിലയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. തലസ്ഥാന ഭരണം BJP നേടി ശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 3 സീറ്റ് BJP നേടി. അതൊരു ഉജ്ജ്വല വിജയം തന്നെയാണ്. BJPയെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് CPM എന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ മൂല്യശോഷണം, അതായത് ശോഷണം തന്നെയായിരിക്കും. അതായത് ആ പാർട്ടി അനുദിനം മെലിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുന്നത് പോലെ CPM എന്ന് പറയുന്ന പാർട്ടി ചീഞ്ഞ് നശിക്കുമ്പോൾ അതിലുള്ള അണികൾ അവരിനി പോകുന്നത് മറ്റൊരിടത്തേക്കുമായിരിക്കില്ല. കേരളത്തിൽ CPM എന്നുള്ള കൊഴിഞ്ഞുപോക്ക് BJPയിലേക്ക് അംഗത്വം വർദ്ധിക്കും. അതായത് ഹിന്ദു സംഘടനകളിലേക്ക് ആൾക്കാർ കൂടും എന്നുള്ള കാര്യം നമുക്കിവിടെ വരും കാലത്ത് തെളിഞ്ഞു വരുന്നതുമാണ്.